1983 ഞാൻ ജനിച്ചത്. ഏകദേശം 86-87 സമയത്താണ് അയൽവാസിയായി കമൽ സാറിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി കുറച്ചു കാലം ജീവിക്കാനായിട്ടാണ് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് എൻ്റെ അനിയത്തിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു പിക്ചർ സാറും ഡാഡി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ചർ, പിന്നെ സാറിന് പകരം ജെനിസും ഞാനും ഭക്ഷണം കഴിക്കുന്ന പിക്ചർ, സാറിൻ്റെ വൈഫ് ടീച്ചർ, പിന്നെ എൻ്റെ അമ്മ, പിന്നെ എൻ്റെ അനിയത്തി ഒരു കേക്ക് പങ്കിടുന്ന ഒരു പിക്ചർ. ഈ 3 പിക്ചർ വെച്ചിട്ടാണ് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ കമൽ സാറിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന ചിത്രത്തിലെ മരിച്ചു പോകുന്ന അച്ചു എന്ന കഥാപാത്രം ചെയ്തത് ഞാനാണ് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ സ്കൂൾ കാലഘട്ടം ഞാൻ തള്ളി നീക്കി. ഏകദേശം പ്രായം കൊണ്ടും പിന്നെ ചായ കൊണ്ടും അധികം വ്യക്തമാവില്ല അത് ഞാൻ തന്നെയാണോ എന്നാൽ ഞാൻ തന്നെയാവാം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഈ 3 പിക്ചറുകൾ വെച്ചിട്ടാണ് ഞാൻ സ്കൂളിലാണെങ്കിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും ടീച്ചർമാരുടെ ഇടയിലാണെങ്കിലും കമൽ സാറായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ സിനിമ നടനാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാറുണ്ട്. ഇത് അറിയാത്തത് എൻ്റെ വീട്ടുകാരും കമൽ സാറും മാത്രമേ. പിന്നീട് ആ പിക്ചർ, പഴയ പിക്ചർ അറിയാമല്ലോ, അത് പിന്നെ അങ്ങനെ ഇല്ലാണ്ടായി ഭാഗ്യം. പക്ഷേ ഞാൻ സാറിനെ കമൽ സാറിനല്ല വിളിച്ചിരുന്നത്, ബാബുജി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം നമ്മളെ തൊട്ടയൽവാസിയായ നമ്മുടെ സമപ്രായക്കാരനായ ജെനിസ് പക്കുലു എന്നാണ്, അവനെ വിളിക്കുന്നത് ബാബുജിയും വിളിച്ചിന്നാണ്. അപ്പൊ അത് കേട്ട് ഞാനും സാറിനെ വൈഫിനെയും ബാബുജിയും വിളിച്ചിന്നാണ് വിളിച്ചിരുന്നത്. അവൻ എൻ്റെ ഡാഡിയും മമ്മിയും എന്നാണ് വിളിച്ചത്. പിന്നീട് ഈ 2 ഫാമിലിയും അവരവരുടെ ജോലി സംബന്ധമായി മാറുകയും സാർ ഫാമിലി കൊടുങ്ങല്ലൂർ പോവുകയും ഞങ്ങൾ പൊന്നാനി വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ ബോധത്തിൽ അത് ഡയറക്ടറാണ്, സിനിമാ സംവിധായകനാണ് എന്നുള്ള വിശദീകരണങ്ങൾ വീട്ടുകാർ തന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ ഒരു ലക്ഷ്യം വെച്ചാണ് ഞാൻ എൻ്റെ 12ാം ക്ലാസ് വരെ മുന്നോട്ട് പോയത്. എനിക്ക് സിനിമയിലേക്ക് കടക്കാൻ ഒരു വാതിലുണ്ട്, അത് കമൽ സാറാണ്. അല്ലെങ്കിൽ എനിക്കൊരു നടനാവാനുള്ള ആഗ്രഹം. ഈ നടനാവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഒരു നടന് മാത്രമാണ് അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റാത്തത്. ബാക്കി എല്ലാ മേഖലകളിലും ഇപ്പോൾ ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് ആവാം, എഴുത്തുകാരുടെ അസിസ്റ്റൻ്റ് ആവാം, ബാക്കി എല്ലാവർക്കും അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് സിനിമയിൽ കാണും. ഞാൻ നോക്കിയിട്ട് നടനാവാൻ വേണ്ടി മാത്രം ഇപ്പം മമ്മൂക്കയുടെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാവാൻ പറ്റുമോ? ഇല്ല. മോഹൻലാലിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു നടനെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു നടന് മാത്രമാണ് അതിനുള്ളൊരു അവസരമില്ലാത്തത്. എന്നാൽ എല്ലാവരും സിനിമയിൽ വരുന്നതും അധികം വരുന്നതും സിനിമ നടനാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നടന് മാത്രം സിനിമയിലേക്ക് വരാനൊരു അവസരമുണ്ട്. ആയിടയ്ക്കാണ് നമ്മുടെ ദിലീപേട്ടൻ ഇങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് നടനാണ്. അപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് കിട്ടിയത്. അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് സിനിമയിൽ കയറാം. അത് അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ പിന്നീട് ഞാൻ +2 പരീക്ഷ കഴിയുന്നതിന് തൊട്ട് മുന്നേ സാറിനെ കാണാനായിട്ട് ലൊക്കേഷനിൽ ചെന്നു. നടനാവണം എന്നുള്ള ആഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷെ അവിടുത്തെ ഒരു വിളിച്ചു തിരക്ക് കണ്ടപ്പോൾ എനിക്ക് നടനാവണം എന്നെനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഇന്നത്തെ രൂപത്തിനേക്കാൾ വളരെ ഒരു രൂപമാണ് അവിടെ. അപ്പോൾ ഞാൻ എങ്ങനൊരു നടനാവണം എന്ന് പറയും. അപ്പോൾ
അപ്പോഴാണ് എനിക്ക് ദിലീപേട്ടനെ അവിടെ കാണാൻ സാധിച്ചത്. ദിലീപേട്ടനും മകനായാലും മീരാദാസിനെയൊക്കെ വിളിച്ച് ഗോകുലത്തെ എടുത്തുകൊണ്ടിരിക്കുക. ഗോകുലത്തിന്റെ ഫസ്റ്റ് ക്വാർട്ടറുണ്ട് കലൂരുണ്ട്. അപ്പോ ഞാൻ സാറിനെ കണ്ടുവയ്ക്കാൻ പറഞ്ഞു, സാറ് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കാമല്ലോ. ഈ നടനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം റോഡ് വിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നെ വീട്ടിലേക്ക് തിരിച്ചറിയാൻ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മൾ ചിലപ്പോൾ വല്ല ദുബായിലേക്കോ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ജോലിയിലേക്കോ പഠനത്തിലേക്കോ ഒക്കെ ചെയ്യേണ്ടി വരും. അസിസ്റ്റന്റ് ഡയറക്ടറായ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കാമെന്ന് ദിലീപേട്ടന്റെ ചില ഫീച്ചറുകൾ നമുക്ക് മനസ്സിലാവും. ഈ വനിതയിലും മഹിളാ രംഗത്തിലൊക്കെ വരുന്ന ചില ഫീച്ചേഴ്സ്. അപ്പൊ സാറ് എന്നോട് ചോദിച്ചു, എടാ നിനക്ക് +2 എക്സാം നടക്കില്ലേ? കാരണം പപ്പലൂന് മകന്റെ ഏകദേശം പ്രായമാണ്. ഞാൻ പറഞ്ഞു പോയി പരീക്ഷ എഴുതിയിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പരീക്ഷ എഴുതിട്ട് വരാം. പിന്നെ ഞാൻ സാറിനോട് വിളിച്ചിട്ട് ചോദിക്കാനൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞ പാടെ പത്രത്തിലാന്ന് സൺഡേ സപ്ലിമെന്ററിൽ വരും കമൽ ചിത്രം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്നു. ഞാൻ പിന്നെ സാറിനെ വിളിക്കാനൊന്നുമില്ല, നേരെ പോകുന്ന ലൊക്കേഷനിലേക്ക് ഒരു കവറിൽ 2 ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട്. ഫസ്റ്റ് ദിവസം സാറ് സിദ്ധും ജിഷ്ണുവും ഇങ്ങനെ ക്യാൻറ്റീൻ ഇറങ്ങിയ ഒരു ഷോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സൂചനാണ് ക്യാമറ ചെയ്തത്. വേണിച്ചേട്ടൻ കുറച്ച് കഴിഞ്ഞ് വരാണ്. അപ്പൊ ഒന്ന് സാറത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കൈയടിക്കുന്നുണ്ട്. ഞാനും സന്തോഷിച്ചു. ഓക്കെ, ഞാനും ഷൂട്ടിങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് സാറിനോടൊന്നും പറയാനൊന്നുമില്ലല്ലോ. പിന്നെ രേണുക ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പൊ ഞാൻ അവിടെ കൊട പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഈ ലൈറ്റ് കട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ പരിപാടിയൊന്നും നമ്മൾ സിനിമയിൽ സ്ക്രീനിൽ കാണുന്നില്ലല്ലോ. കൊട കട്ട് ചെയ്യുന്നു, ലൈറ്റ് കട്ട് ചെയ്യുന്നു, ലൈറ്റിന്റെ വേരിയേഷൻ, ലുക്ക് ഇവിടെ നോക്കി പറയാ. അപ്പൊ എനിക്ക് ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ 2 ഷോട്ട് കഴിഞ്ഞപ്പോ 2 ടേക്ക് കഴിഞ്ഞപ്പോ കൊട പിടിച്ച് കട്ട് ചെയ്തിരുന്ന ചേട്ടൻ എന്റെ കയ്യിൽ കൊട വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ജോലിക്ക് തന്നെ എടുത്തു. ഞാൻ ആ കൊട വാങ്ങിയിട്ട് ഒരു കുറച്ച് ടേക്ക് പോയില്ല. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് സാറിന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഇടയ്ക്ക് ഞാൻ സാറ് നോക്കുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു ഓക്കെ കറക്റ്റ് ജോലി. അന്ന് ഉച്ചയായപ്പോ ഷൂട്ട് ബാക്കപ്പ് ചെയ്തു. എന്നിട്ട് സാറ് കാറിലേക്ക് കയറാൻ മുമ്പ് ഞാൻ സാറിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് സാർ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോ സാറിന്റെ പറഞ്ഞ പരീക്ഷ കഴിഞ്ഞിട്ട് വരാം. അല്ല ഇപ്പൊ തന്നെ ആള് കൂടുതലാണ്. ഈ ആള് കൂടുതലാണെന്നുള്ളത് സൗബിൻ നേരത്തെ പറഞ്ഞ കഥയല്ലേ. സൗബിനേക്കാൾ മൂത്ത ഒരു കസിൻ അവിടെ വന്നിട്ടുണ്ട്, ഷംജു. അപ്പൊ അവനടക്കം ആള് കൂടുതലായിട്ട് നിൽക്കുക അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ വിഭാഗത്തിൽ. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തു. സാറേ ഞാൻ അമ്മയുടെ വീട് ഇവിടെ തൃശ്ശൂര് ഏനാമാണ്. അപ്പൊ അവിടെ നിന്ന് വന്നോളാം, ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ പൊന്നാനിയിലെ ചാക്കോ ചേട്ടന്റെയും മരിയ ടീച്ചറുടെയും മകൻ. അങ്ങനെ യാതൊരു തരത്തിലും സാറിന് ഒഴിവുകൾ പറയാൻ പറ്റാത്ത രീതിയിൽ സാർ എന്നാ സെലീനെ കണ്ടോളാൻ പറഞ്ഞു. സലീം ഖാൻ, എനിക്കാരും സലീം ഖാൻ എന്ന് പറയില്ല. ആ കൂടി അതിന് കമ്പൽ സാറാണ്. ഈ സലീം ഖാൻ അന്വേഷിച്ച് ഞാൻ 3 ദിവസം നടന്നു. ലൊക്കേഷനിലാണെങ്കിൽ ഒരു പൂരപ്പറമ്പിനുള്ള ആൾക്കാരുണ്ട്, കോളേജുകളിലായിരുന്നു. ഇതിലേതാ സലീം ഖാൻ, ഇതിലേതാ ഹരിശേട്ടനൊന്നും എനിക്കറിയില്ല. 3 ദിവസം എന്നെ പിടിച്ച് സുഗീത് എന്ന് പറയുന്ന ഇന്നത്തെ സംവിധായകൻ എന്നെ തരാ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഏകദേശം ഈ പ്രായമുള്ളൂ. അവനെ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് നിൽക്കുന്ന പ്രായം. ഞാൻ ചോദിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണിയും. 3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കമൽ സാറ് പറഞ്ഞിട്ട് വന്നത് എന്ന് നീ ആദ്യം പറയണ്ടേ. അങ്ങനെ സുഗീത ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കയറി വന്നതാണ് ഞാൻ സിനിമയിൽ. പിന്നെ ഞാൻ ഒരുവിധം എല്ലാ സിനിമയിലും കമൽ സാറിന്റെ അങ്ങനെ ചോദിക്കാൻ നിൽക്കാറില്ല. ഫോൺ വിളിച്ച് ചോദിച്ചാലാണല്ലോ നീ വരണ്ടെന്ന് പറയാ. തുടങ്ങണത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കയറി വരും. ഇപ്പോ 40 വർഷമായി, എനിക്ക് 43 വയസ്സായി. ഇന്നും എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോ കഴിഞ്ഞ
കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് ഡാഡി മിസ്സായത്. അതിനു മുന്നേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളിലും സാറുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതായത് സൗബിനാണെങ്കിലും ആഷിഖാണെങ്കിലും സുഖേട്ടനാണെങ്കിലും ശലീഖയാണെങ്കിലും ഹരിഷേട്ടനാണെങ്കിലും സൂര്യേട്ടനാണെങ്കിലും വേണുചേട്ടനാണെങ്കിലും അതിലുപരി സിബിസാറാണെങ്കിലും എനിക്ക് ആദ്യം കേസ് ഉണ്ടായതിനു ശേഷം ഞാൻ പുറത്തു വന്ന സമയത്ത് എന്നെ വെച്ച് രണ്ടാമതും പടം ചെയ്തു തുടങ്ങി സിബിസാറാണ്. അന്ന് കമൽസാർ പറഞ്ഞു, സിബി നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൈനെ വെച്ചിട്ട് തന്നെ പടം ചെയ്യുന്നു. ആ ഒരു പടം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ആ പടമല്ലായിരുന്നെങ്കിൽ ചിലപ്പോ മുന്നോട്ടുള്ള യാത്ര കുറച്ച് ടഫായിരുന്നു. അത് TF-ആദ്യം സിബി സാർ അന്ന് കമൽസാർ പറഞ്ഞ വാക്കില് എൻ്റെ ഇടവും പോലൊന്നും ചെയ്യിപ്പിച്ച പടമാണ് സൈകൾ പാടുകയാണ്. മഴയത്ത് ഇറങ്ങി നടന്നാലല്ലേ നനയുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് മഴ പുതിയൊരു അനുഭവം തരുന്നത്. നടക്കുന്നതിനനുസരിച്ചല്ലേ വഴികൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് എനിക്ക് റസാഖയുടെ നിന്ന് കേൾക്കാൻ പറ്റി. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ വാപ്പച്ചിയായി തന്നെ തന്നെയാണ് സാർ കൂടെ നിന്ന് എന്നെ നയിക്കുന്നത്. താങ്ക് യു. വളരെ